ഹായ്, വെൽക്കം ടു കോഡ് യുറേക്ക. നമ്മളിന്ന് പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. മിക്കവാറും എല്ലാ പ്രോഡക്റ്റും ബ്രാൻഡുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയാണ് ഇപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു സീരീസിലൂടെ നോക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെയോ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് സെല്ല് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കസ്റ്റമറിലേക്ക് എത്തുന്ന റീച്ച് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. കുറഞ്ഞ ടൈമിനുള്ളിൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു TV ആഡോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ആഡോ കൊടുക്കുന്നു, അത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിനാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫേസ്ബുക്ക് ആഡോ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ ഒരുപാട് ആളിലേക്ക് എത്തുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു TV ആഡോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എഡിഷനിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിലോ ആയിരിക്കും നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ആൾക്കാരത് കാണുകയാണ്. ആരൊക്കെ ഇത് കാണുമെന്ന് നമുക്ക് പർട്ടിക്കുലറായിട്ട് പറയാൻ പറ്റത്തില്ല. ഇത് ആരൊക്കെ കണ്ടു എന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന ഏരിയയിലുള്ളവർ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ചുറ്റുള്ളവരിലുള്ളവർ മാത്രം കണ്ടാൽ മതി, ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ളവർ കണ്ടാൽ മതി. അതൊക്കെ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാനും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കസ്റ്റമറിലേക്ക് കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് കറക്റ്റായിട്ട് ഇത് എത്തിക്കാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പറ്റും. പിന്നെ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൺട്രോൾ പാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ എത്ര പേര് കണ്ടു, എത്ര പേര് ഇത് ക്ലിക്ക് ചെയ്തു, പിന്നെ എത്ര പേര് നമ്മുടെ ഫോം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, അതിൽ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊരു ഡേറ്റ നമുക്ക് കിട്ടുകയും നമുക്ക് ഫ്യൂച്ചർ ഫോളോ അപ്പിനായിട്ട് നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. ഇത് എത്ര പേര് കണ്ടു എന്ന് നമുക്കറിയാൻ പറ്റും. ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഇത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് വളരെ എക്സ്പെൻസീവാണ്, പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. ഇത് നമുക്ക് കറക്റ്റ് യൂസറിലേക്ക് എത്താനും ഇതിന് നമുക്ക് ആടി തന്നെ ഒരു കോൾ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടുന്ന് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കോൾ കിട്ടുന്ന രീതിയിലൊക്കെ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മെഷർ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഓഡിയൻസിൽ ചേഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാമ്പയിനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിലോ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മളൊരു ആഡ് കൊടുത്താൽ പിന്നെ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ പുതിയ ആഡ് കൊടുക്കേണ്ടി വരും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതിൻ്റെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനാണ്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. അതിനുശേഷം നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് പഠിക്കും. അതിനുശേഷം നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് പഠിക്കും. പിന്നെ മൊബൈൽ മാർക്കറ്റിംഗ് പഠിക്കും. ആദ്യം നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നമ്മളൊരു കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നു. അതിനത് ഫ്രണ്ട് പേജിൽ ആദ്യം വരുന്ന ലിങ്ക് ആയിരിക്കുമല്ലോ നമ്മൾ നോർമലി ക്ലിക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത്. അതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ആ ഫ്രണ്ട് പേജിൽ ടോപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കാണുന്നത് പോലെ ഈ സ്പോൺസേഡ് എന്ന് പറയുന്നത് പെയ്ഡ് ആഡാണ്. അതിന് ശേഷമുള്ള സ്ലോട്ടുകളിൽ നമ്മൾ ഫ്രണ്ട് പേജിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SEO യൂസ് ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഷോർട്ട് ഫോമാണ് SEO. ഇത് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നത്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ട് പേജിൽ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ബ്രൗസറിൽ അല്ലെങ്കിൽ നമ്മളൊരു സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നതാണ് ഗൂഗിളിലാണെങ്കിൽ ആദ്യം വരുന്ന ഈ സ്പോൺസേഡ് എന്ന് പറഞ്ഞ ലിങ്കാണ്. ഇതൊരു പെയ്ഡ് ആഡാണ്. ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, ഇതിനെ പറ്റിയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിൽ പഠിക്കുന്നത്. ഇപ്പം ഗൂഗിളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 7 സ്ലോട്ടോളം ഫ്രണ്ട് പേജിൽ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ സ്പോൺസേഡ് ആഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഗൂഗിളിന് നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് കാണിക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ഇമെയിൽ നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു ബാങ്കിൻ്റെയും അല്ലാതുള്ള ഓഫേഴ്സിനെ പറ്റി, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓഫറുകളെ പറ്റി നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഇതിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി ലീഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മൾ നല്ല ഇമെയിലുകൾ ഈ കസ്റ്റമേഴ്സിന് അയക്കുകയും അവർ ഇത് കണ്ട് അട്രാക്റ്റീവായിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കോ അല്ലെങ്കിൽ കോൾസോ ലിങ്കോ വഴി നമ്മുടെ പ്രോഡക്റ്റിലേക്കോ സർവീസിലേക്കോ എത്തുന്നു. ഇതിനാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് മെഷർ ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ നമ്മൾ അയച്ച ഇമെയിൽ ആ കസ്റ്റമർ കണ്ടെങ്കിൽ നമുക്കതൊരു റിപ്ലൈ ഇമെയിൽ വീണ്ടും ഒരു ഇമെയിൽ കൊടുക്കാനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇമെയിൽ സെറ്റ് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഇമെയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ള പല ടൂൾസുകൾ ഇപ്പം അവൈലബിൾ ആണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഈ ഇമെയിൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. നെക്സ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു തേർഡ് പാർട്ടി ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി നമ്മുടെ ഒരു പ്രോഡക്റ്റ് അയാൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് മീഡിയ വഴി സെല്ല് ചെയ്യുന്നു, ആ ലിങ്ക് വഴി ഒരു കസ്റ്റമർ അത് മേടിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു അഫിലിയേറ്റ് ആയിട്ട് ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് അതിൻ്റെ അകത്ത് കൊടുക്കുന്നു. ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് വാഷിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഓരോ വാഷിംഗ് മെഷീൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് അതിന് താഴെ ലിങ്ക് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇത് കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുന്നു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, അവരത് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോ കമ്പനികൾക്ക് ഓരോ ടൈംസ് ഉണ്ട്. ആമസോണിൻ്റെ ആണ് ഇത്ര മണിക്കൂറിനുള്ളിൽ ഒരു കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് ആ ലിങ്ക് വഴി ഇത്ര മണിക്കൂറിനുള്ളിൽ ആ കസ്റ്റമർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എമൗണ്ട്, ഒരു പെർസെൻറ്റേജ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തന്നെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ഇത് നമ്മൾ ഒരുപാട് കാണുന്നതാണ്. ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ വഴി ഓരോ ആൾക്കാർ ഓരോ ആഡ്സ് റൺ ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ അതിൽ തന്നെ ഒരു കോൾ ബട്ടൺ കാണും, അതുവഴി ക്ലിക്ക് ചെയ്ത് അവരിലേക്ക് എത്തുന്നു, ആ പ്രോഡക്റ്റിലേക്ക്. അല്ലെങ്കിൽ ഒരു ലിങ്ക് വഴി നമ്മൾ ആ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുന്നു, ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വേറൊരു സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളൊരു പ്രോഡക്റ്റായിട്ട് അത് പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളൊരു കോഴ്സിനെ പറ്റി ഒരു കോഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് സൈൻ അപ്പ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു പ്രോഡക്റ്റിലേക്ക് അവരെ എത്തിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ് വെയിറ്റ് ലോസിൻ്റെ ഒരു പരസ്യങ്ങളും ആർട്ടിക്കിളും ഒക്കെ. നമ്മൾ ഈ വെയിറ്റ് ലോസിനെ പറ്റി അവർ പറയുന്ന അതിൻ്റെ ഡയറ്റിനെ പറ്റി എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു വെബിനാറിലേക്ക് വരിക, 99 rupees എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെബിനാറിലേക്ക് അവരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റുകൾ, അതിൻ്റെ കഴിക്കുന്ന പൗഡേഴ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ പറയുന്നതിനാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതുപോലെ നമുക്ക് ഒരുപാട് എന്താ പറയുന്ന ഓരോ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റിനെ പറ്റി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നു. ഇതിനൊക്കെയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കണ്ടന്റ് ഒരു പർട്ടിക്കുലർ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ കണ്ടന്റിൽ ആകർഷകരായിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ സർവീസിലേക്ക് എത്തുന്നതിനാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന സെഷനിൽ നോക്കും. നെക്സ്റ്റ് മൊബൈൽ മാർക്കറ്റിംഗ് ആണ്. മൊബൈൽ മാർക്കറ്റിംഗ് സിമ്പിളാണ്. നമ്മളിപ്പോൾ SMS ആയിട്ടൊക്കെ നമുക്ക് പല ഓഫേഴ്സും വരും. അതിനെപ്പറ്റി അറിയണമെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്ന് പറയും. ആ ലിങ്ക് വഴി നമ്മൾ ആ പ്രോഡക്റ്റിലേക്ക് എത്തുന്നു. അതുപോലെ ആപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് ഇത് വരും, പരസ്യങ്ങൾ വരും. ഈ പരസ്യങ്ങൾ വഴി നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ അവരുടെ പ്രോഡക്റ്റിലേക്ക് സർവീസിലേക്ക് എത്തുന്നതിനാണ് മൊബൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതും നമ്മൾ ഒരുപാട് ടൂൾസുകൾ പഠിക്കും. ഇനിയുള്ള വരുന്ന സെഷനുകളിൽ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് ഏതൊരു സാധാരണക്കാരനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നെക്സ്റ്റ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം ഓരോ പരസ്യങ്ങൾ റൺ ചെയ്യുന്ന ക്യാമ്പയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പയിൻസിനെ പല രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിലാണ് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പം എങ്ങനെയാണ്, ഇത് എഫക്റ്റീവ് ആണോ, നമുക്ക് ഒരു ദിവസം റൺ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് നമുക്ക് എങ്ങനെയുണ്ട്, കസ്റ്റമേഴ്സിന് റെസ്പോൺസ് ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് പറ്റും. ഓരോ യൂസറിനെ അനുസരിച്ചുള്ള ആഡുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളവരും അവർക്ക് ഇന്ന ആഡ് കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറ്റും. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേൾഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് രാജ്യത്തും ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ ഈ പ്രോഡക്റ്റ് റൺ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പയർഡ് ടു ട്രഡീഷണൽ മാർക്കറ്റിംഗ്.
ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. കാര്യം നമുക്ക് വളരെ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്ന് വെച്ചാൽ ചെറിയ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ബിസിനസ്സുകൾ നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആക്ഷൻ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആർട്സ് ഇവർ സോഷ്യൽ മീഡിയ വഴി എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആർട്സുകൾ നമുക്ക് അവർക്ക് കാണിക്കാനായിട്ടും അതുവഴി അവരെ ആ പ്രോഡക്റ്റിലേക്ക് എത്തിക്കാനായിട്ടും പറ്റും. പിന്നെ ഇതുവഴി നമുക്ക് ഒരു ബിസിനസ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള അവയർനെസ് കസ്റ്റമറിലേക്ക് വളരെ വേഗം എത്തിക്കാനും നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പറ്റും. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വരുന്ന സെക്ഷനിൽ ഓരോരോ സെക്ഷനും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച്.